ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. കുറച്ച് ദിവസം പനിച്ച് കിടന്നിട്ടുണ്ടായിനി. ഇപ്പോൾ പനി ഫുൾ പോയി, ഹെൽത്തെല്ലാം ഓക്കെയാണ്. ഞാൻ നിങ്ങളെ കമൻസ് എല്ലാം കാണുന്നുണ്ട്, ചേച്ചി ഹെൽത്ത് ഓക്കെ ആയോ, പനി മാറിയോ എന്നല്ലേ. അപ്പം ഞാൻ പരമാവധി എല്ലാ കമൻസിനും റിപ്ലൈ തരലുണ്ട്. അപ്പോൾ പനി ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി, എനിക്ക് മാറി. പക്ഷെ അമ്മമ്മക്കെല്ലാം ഇപ്പോൾ ഇങ്ങനെ പനിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീടിൻ്റെ മുറ്റത്ത് കുറേ അടക്ക വീഴും. അപ്പോൾ അടക്ക ഫുള്ള് ഞാൻ പെറുക്കി വെച്ചു. ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും അച്ചച്ചൻ വിളക്ക് കത്തിക്കുന്നുണ്ടായിനി. ഇന്ന് എല്ലാവരും ഉറങ്ങി എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിനി. എല്ലാവരും എന്ന് പറഞ്ഞാൽ അച്ചച്ചനൊഴികെ ബാക്കിയില്ല എല്ലാവരും. കാര്യം എന്താ വെച്ചാൽ ഇന്നലെ നമ്മളൊരു ഫാമിലിയുടെ വീട്ടിൽ പോകാനുണ്ടായിനി. അപ്പോൾ അവിടെ പോയി തിരിച്ച് വരാൻ കുറേ വൈകിട്ടുണ്ടായിനി. അപ്പം ഇല്ലെങ്കിൽ അമ്മമ്മയെല്ലാം രാവിലെ എണീക്കുന്നതാണ്. ഇന്ന് എണീക്കാൻ ഒരു 6:15, 6:30 ആ ഒരു സമയമായിട്ടുണ്ടായിനി. അച്ചച്ചൻ ഇന്നലെ വന്നിട്ടുണ്ടായിട്ട് അതുകൊണ്ടാണ് അച്ചച്ചൻ രാവിലെ എണീച്ചിട്ടുണ്ടായിനി. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് എണീച്ചത് രാവിലെയാണ്. ഞാൻ ഇന്ന് നേരത്തെ എണീക്കേണ്ടതല്ല, കുറേ വൈകിട്ട് എണീക്കേണ്ടതാണ്. കാരണം ഇന്നലെ വരാൻ വൈകുന്നതുകൊണ്ട് തന്നെ കുറേ വൈകിട്ട് എണീക്കേണ്ടതാണ്. പക്ഷെ അമ്മമ്മ രാവിലെ എണീച്ചിട്ട് വീടിൻ്റെ പുറത്ത് ലൈറ്റ് ഇട്ടപ്പോഴേക്കും ആ ലൈറ്റ് എൻ്റെ കണ്ണിലേക്ക് അടിച്ചു. അങ്ങനെ ഞാൻ വേഗം എണീച്ചു. അതിനിടയിലുണ്ട് എന്നെ അച്ചച്ചൻ വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചക്കേക്കില്ലേ പയർ അച്ചച്ചൻ ഫുള്ള് പറിച്ച് വെച്ചിട്ടുണ്ടായിനി. അച്ചച്ചൻ രാവിലെ എണീച്ചിട്ട് എപ്പം ഇന്ന് എന്താണെന്ന് പിടിച്ചത്, ഇന്ന് എന്തെല്ലാമെന്ന് പറിക്കേണ്ടതെന്ന് ഇങ്ങനെ രാവിലെ എണീച്ച് നോക്കും. അപ്പം ഇന്ന് ഫുള്ള് പയർ നല്ലോണം മൂത്തിട്ടുണ്ടായിനി. അങ്ങനെ പയർ പറിച്ചു. അതുപോലെ തന്നെ കുറേ കയ്പൊക്കെ ഉണ്ടായിനി, വെണ്ടയ്ക്ക ഉണ്ടായിനി, എല്ലാം പറിച്ചു വെച്ചു. ഇപ്പം ആണെങ്കിൽ നമ്മളെ നാട്ടിലെല്ലാം ഭയങ്കര ചൂടാണ്. കുളിച്ച് കഴിഞ്ഞാലും ഈ ചൂട് പോവേയില്ല, ഒരേ വേർക്കലാണ്. സത്യം പറഞ്ഞാൽ ഈ ചൂട് മടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാത്രി കിടക്കുമ്പോൾ ആയാലും ഭയങ്കര ചൂടാണ്. ചൂട് വരുമ്പം ഒരു ഒന്നൊന്നര ചൂടായിരിക്കും വരൽ. അതുപോലെ തന്നെ തണുപ്പ് വരുമ്പം ഒരു ഒന്നൊന്നര തണുപ്പായിരിക്കും വരൽ. ഇപ്രാവശ്യം ചൂട് നല്ലോണമാണ്. രാവിലെ ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മമ്മ രാവിലെ എണീച്ച് മുറ്റെല്ലാം അടിച്ച് വീണ്ടും കിടന്നുറങ്ങി. അമ്മമ്മക്കാണെങ്കിൽ ഇപ്പോൾ പനിച്ചിട്ട് ഒട്ടും കഴിയുന്നില്ല. ഇപ്പോഴത്തെ പനി എനിക്ക് തന്നെ, നമ്മളെ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രായമായവർക്കും ചെറിയ മക്കൾക്കെല്ലാം വരുമ്പോൾ അത് ഭയങ്കര അവസ്ഥയായിരിക്കും. പരമാവധി വീട്ടിൽ മക്കളില്ലവരെല്ലാം പനി വരാണ്ട് സൂക്ഷിച്ചോ. സഹിക്കാൻ പറ്റില്ല. ഞാനെല്ലാം പനി വന്ന സമയത്ത് ചത്താണൊക്കെ കിടന്നിന്. ഇപ്പോൾ അമ്മമ്മക്കായാലും അതെ. അമ്മമ്മയ്ക്ക് ഇതിനിടയിൽ ക്ഷീണമായിട്ട് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിന്. ഞാൻ എപ്പം കണ്ടത്തിലേക്ക് വന്നാൽ ഈ ഒരു മാളം നോക്കും. എനിക്ക് തോന്നുന്നത് പാമ്പിൻ്റെ മാളം തോന്നുന്നു. ഒന്നിക്കിൽ പാമ്പ് അല്ലെങ്കിൽ എലി. ഞാൻ എപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ എത്തി നോക്കും അതിനുള്ളിൽ എന്താ ഇല്ലയെന്ന്. പക്ഷേ കാണുന്നില്ല. അങ്ങനെ അച്ഛൻ പയറെല്ലാം പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ പയർ അങ്ങനെ അമ്മമ്മക്ക് കൊടുത്തിട്ട് നേരെ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഞാൻ ഫേസിൽ ഈ ഒരു സാധനം അത്ര ഇടയില്ല കേട്ടോ. ഇത് ഗ്ലൂട്ടാഹയറെ ബോഡി ലോഷനാണ്. അപ്പം ചിലവർ പറയും ഫേസിലിടാന്ന്, ചിലവർ പറയും ഫേസിലിടാൻ പാടില്ലാന്ന്. പക്ഷേ ഞാൻ ഒറ്റ സമയത്ത് ഫേസിലിട്ട സമയത്ത് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്ന പോലെ. അതുകൊണ്ട് ഞാൻ ഫേസിൽ അങ്ങനെ ഇടയില്ല. കയ്യിലെല്ലാം വന്നിട്ട് കുറച്ച് ബാക്കിയായത് ചെറുതായിട്ട് ഇങ്ങനെ ഫേസിലിടും എന്നല്ലാണ്ട് ഓവറായിട്ട് അങ്ങനെ ഇടലേ ഇല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഫേസ് ഡ്രൈ ആയി പോകുന്ന പോലെ. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു ഗ്ലൂട്ടാഹയ ഓയിലി സ്കിന്നില്ലവർക്കാണ് പിടിക്കൽ. കാരണം സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. യൂസാക്കിയെടുത്തോളം എനിക്ക് ചെറുതായിട്ട് ബ്രൈറ്റ് ആയ പോലെയും തോന്നിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ ഒരു നയാസിനമേഡിൻ്റെ സെറാണ് യൂസാക്കൽ. എനിക്ക് എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ലപോലെ പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ ആ ഒരു കല അങ്ങനെ ഉണ്ടായിനി. അപ്പം എനിക്കിത് യൂസാക്കിയതിന് ശേഷം കല നല്ല പൂർണ്ണമായിട്ട് പോയി തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് യൂസാക്കൽ. നല്ല അടിപൊളി സ്മെല്ലാണ്. ഓയിലി സ്കിന്നുള്ളവർക്കെല്ലാം ഞാനൊരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ സജസ്റ്റ് ചെയ്യും. അത്ര അടിപൊളിയാണ്. എൻ്റെത് നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് യൂസാക്കൽ. രാവിലെയും രാത്രിയും ഈ ഒരു സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിരിക്കും. രാവിലെ എണീച്ച് കുളിച്ച് ഈ ഒരു സ്കിൻ കെയറെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ രാത്രിയിലും കിടക്കാൻ നേരം ഈ ഒരു സ്കിൻ കെയറെല്ലാം ചെയ്താൽ നല്ല സുഖത്തിൽ കിടന്നുറങ്ങാം. ഞാനിതാ പറഞ്ഞ എൻ്റെ ഈ ഒരു മുന്നേ എൻ്റെ വീഡിയോ എല്ലാം കാണുന്നവർക്ക് അറിയാം. എനിക്ക് അത്യാവശ്യം ഈ ഒരു കവിളിൽ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്ന് പോയതിൻ്റെ കലയുണ്ടായിനി. ഇപ്പം അത് പൂർണ്ണമായിട്ട് പോയി പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം 2 പിമ്പിൾസിൻ്റെ കല അങ്ങനെയുണ്ട്. അത് പോകുന്നില്ല, എന്തേന്ന് എനിക്കറിയില്ല. പൂർണ്ണമായിട്ട് പോയിട്ട് ആ ഒരു കല 2 കല എങ്ങനെയുണ്ട് അത് മെല്ലെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ചെറുതായിട്ട് മുന്നത്തെ അത്രയില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ മങ്ങിയ പോലെയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ രാവിലെയും രാത്രിയും എൻ്റെ സ്കിൻ കെയർ ആയിട്ട് യൂസാക്കൽ. പിന്നെ ഇത് കൂടാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഫുൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് ഫേസ് സ്ക്രബ് ചെയ്യും. അതിങ്ങനെ കാപ്പിപ്പൊടി അതുപോലെ തന്നെ പഞ്ചസാര എടുത്ത് ഫേസ് സ്ക്രബ് ചെയ്യും. അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടിട്ട് ഫേസ് പാക്ക് യൂസാക്കും. പുറത്ത് പോയിട്ട് വന്നാൽ കാപ്പിപ്പൊടിയും തൈരും യൂസാക്കും. അത് ആ ടാൻ പോകാൻ വേണ്ടി. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യും. അപ്പം ഞാൻ അടുക്കളയിൽ കയറിയിട്ട് നോക്കുന്നത് ഇതിനിടയിൽ പറിച്ച് വെച്ച സപ്പോർട്ടാണ്. നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചതാണ്. അപ്പോൾ അതിൽ 2 പഴുത്തിട്ടുണ്ടായിനി. അപ്പോൾ അമ്മ പറഞ്ഞു അതെടുത്ത് കഴിച്ചോന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പഴുത്തത് 2 എടുത്തു. എന്നെ മുന്നേ അറിയുന്നവർക്ക്, അതായത് ആ ഒരു ടിക്ടോക്ക് സമയം തൊട്ട് അറിയുന്നവർക്ക് അറിയാം ഞാൻ അത്യാവശ്യം നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ടായ ഒരാളാണ്. നല്ലോണം ടാൻ അടിച്ച്. കാരണം ഞാൻ സ്കൂളിൽ പോകുന്നതിലും സൈക്കിളിലാണ്, നല്ല വെയിലത്താണ് പോലെ. ആ സമയത്തൊന്നും ഞാൻ സൺസ്ക്രീനൊന്നും ഇടയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടായത്. അപ്പം ഞാൻ മെല്ലെ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും എൻ്റെ കളറ് ഒരു 1-2 ഷെയ്ഡ് കൂടിയത്. മെയിനായിട്ട് സൺസ്ക്രീൻ ഇടാൻ തുടങ്ങി. സൺസ്ക്രീനിലിട്ട ശേഷം ടാൻ പൂർണ്ണമായിട്ട് പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഞാനും അമ്മ അടുക്കളയിൽ ഇന്നിങ്ങനെ വർത്താനം പറയുമ്പം ഒരാൾ വന്നിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, ഇന്ന് ബിസ്ക്കറ്റ് നീ കൊടുത്തോന്ന് പറഞ്ഞു. ദോശ ആവണത്ര, ഇല്ലെങ്കിൽ അധികം ദോശയാണ് കൊടുക്കൽ. അപ്പം ഇന്ന് ദോശ ആവാത്തതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു ബിസ്ക്കറ്റ് കൊടുത്തോന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പം എന്നെ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് കൊത്തിയാടും അങ്ങ് പോയിന്. ഇവനെ അമ്മയും അമ്മമ്മയും മാത്രമേ ശരിയാവുള്ളൂ. അവരെ കൈമിൽ നിന്ന് കുറേ നേരം ആട് തന്നെ തിന്നു. അതിനുശേഷം ഞാൻ പോയി ചായ കുടിച്ചു. ദോശക്ക് ചമ്മന്തി ഉണ്ടായിനി, അതുപോലെ നങ്ക് കറി ഉണ്ടായിനി, നങ്ക് പൊരിച്ചതുണ്ടായിനി. പക്ഷെ ഞാനിതൊന്നും എടുത്തിട്ട. നല്ല കല്ലുമ്മക്കായി ഫ്രൈ ഇന്നലെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കത് മതിയെന്ന് പറഞ്ഞു. എനിക്ക് ഈ കല്ലുമ്മക്കായി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി അധികം ഇഷ്ടം പൊരിച്ചാലാണ്. അങ്ങനെ ചായയും കുടിച്ച് ഞാൻ നേരെ പുറത്ത് പോയി ഒരു സ്വർണ്ണച്ചമ്പകം പറിക്കാമെന്ന് വിചാരിച്ചു. ആ സ്വർണ്ണച്ചമ്പകത്തിൻ്റെ മണം സത്യം പറഞ്ഞാൽ എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്ന പോലെ. അതിൻ്റെ ആ ഒരു മണം സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ്. ഞാൻ അധികം സ്വർണ്ണച്ചമ്പകം എടുത്ത് തലയിലും വെക്കും, അതുപോലെ ഡ്രസ്സിൻ്റെ ഇടയിലും വെക്കും. ആ ഒരു മണം അങ്ങനെ ഉണ്ടാവും. ഒരു അത്തറ് മണം പോലെയാണ്, അത്ര അടിപൊളി മണമാണ്. വേറെ കുറേ ആൾ ഞാൻ ഇതിനിടയിൽ സ്വർണ്ണച്ചമ്പകം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് വേറെ കുറച്ച് പേരെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. നമ്മളെ നാട്ടിൽ തന്നെ സ്വർണ്ണച്ചമ്പകം എന്നാണ് പറയൽ. അങ്ങനെ സ്വർണ്ണച്ചമ്പകം പറിച്ച് വീട്ടിലേക്ക് കയറുമ്പം ഒരാളത് അടുക്കള അവസ്ഥയെ വന്നിട്ടുണ്ട്. ഓൻ്റെ വീട്ടിൽ നിന്ന് ചായ അടിക്കില്ല. അധികം രാവിലെ ഇവിടെ വന്നിട്ട് തന്നെയാണ് ചായ അടിക്കല്. അമ്മ ആക്കുന്ന പയറേറിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ടേക്കും ദോശക്ക് പയറേറി ഉണ്ടോയെന്നെല്ലാം ചോദിക്കും. ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ആക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസം അങ്കനവാടി പോകാൻ മടിയുള്ള ദിവസം രാവിലെ വരും. ചായ അടിക്കാന്നുള്ള പേരിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കും. ചില ദിവസം മടിയുള്ള ദിവസം. ഇപ്പായിട്ട് മടിയില്ലാണ്ട് പോകുന്നുണ്ട്. ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അങ്കനവാടി ഇല്ല. അതിനിടയ്ക്ക് കുഞ്ഞാവ് എടുക്കാൻ നോക്കിയപ്പോൾ പുളയമേക്ക് പോയിട്ടുണ്ടായിട്ടാ. അമ്മ രൊക്കത്ത് കയറിയിട്ട് എൻ്റെ അമ്മായിയാന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ഷോ ആക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് എന്തെല്ലോ ബഡായിയെല്ലാം പറഞ്ഞ് നേരെ ചായ അടിക്കാൻ വേണ്ടി പോയി. എനിക്ക് കാർട്ടൂൺ വെച്ചെന്നാലേ ഞാൻ ദോശ തിന്നു പറഞ്ഞിട്ട് കാർട്ടൂണും കണ്ടുകൊണ്ട് തിന്നുന്നുണ്ട്. എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൻ്റെ ബോഡി ഷോവും മസിൽ ഷോ എല്ലാം കാണണം. കുറേ നേരം എന്നെ വിളിച്ചു. ഞാൻ എനിക്ക് പോകുമ്പോൾ പറയുന്നത് മണി എന്നെ നോക്കിയേ, ദോശ തിന്നിട്ട് ഞാൻ നീളം വെച്ചു. ദോശ തിന്നിട്ട് എനിക്ക് ശക്തി വന്നു. നമ്മ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്ത് തിന്നാലും ഞാൻ അതിനനുസരിച്ച് നീളം വെച്ചു, ശക്തി വന്നു എന്നല്ല എൻ്റെ വിചാരം. അത് നമ്മൾ തിരുത്തലുമില്ല. കാരണം അത് വിചാരിച്ചിട്ട് നമുക്ക് തിന്നുന്നില്ല വിചാരിച്ചിട്ട് നമ്മൾ ആരും തിരുത്തലുമില്ല. ഞാൻ പുറത്ത് പോയി ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നിട്ട് മണി നോക്കിയേ 2 ദോശ തന്നു, കുറച്ചുകൂടി മസിൽ വന്നു. ഞാൻ പറഞ്ഞു ആ നല്ല മോൻ എന്നെ കുറേ ദോശ തിന്നിട്ടാ, കുറേ ദോശ തിന്നിട്ട് വേഗം നല്ലോണം മസിലാക്കെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ദോശ തിന്നാൻ പോകുന്നതാ. അങ്ങനെ ഞാൻ അവനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നേരെ അലക്കാൻ വേണ്ടി പോയി. എനിക്ക് കുറച്ചധികം ഡ്രസ്സ് അലക്കാനുണ്ട്. അതായത് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം ഡ്രസ്സ് മാറ്റി ഇട്ടു. അപ്പോൾ അതെല്ലാം നല്ലോണം വേർത്തോണ്ട് തന്നെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ചൂടിന് നല്ലോണം വേർത്തോണ്ട് തന്നെ ഞാൻ ഡ്രസ്സ് ഫുൾ അലക്കാനിട്ടു. നല്ലോണം വേർത്തിട്ടുണ്ടായിന്. കുറച്ച് നേരം ഇട്ടിട്ടുണ്ടായിട്ട് ഞാൻ വീഡിയോ ആക്കാൻ വേണ്ടി മാത്രം. എന്നാലും എനിക്ക് എന്തോ ഒരു വേർത്തോണ്ട് ഞാൻ എല്ലാ ഡ്രസ്സും അങ്ങ് എടുത്തു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ മുതലേ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും ഇന്ന് ആരുമില്ല. അച്ഛനെല്ലാം എന്തോ തിരക്കായിട്ട് അച്ഛൻ പോയി. ഞാനില്ലെങ്കിൽ ചില ദിവസം അലക്കുന്ന സമയത്ത് ഫോണിൽ എവിടെയെങ്കിലും പാട്ട് വെച്ചിട്ട് ഫോൺ സൈഡാക്കി വെക്കും. എനിക്കിങ്ങനെ വെറുതെ നിന്ന് അലക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പാട്ട് കേട്ടിട്ട് അലക്കാനാണ്. അപ്പോൾ സമയം പെട്ടെന്ന് പോവും. അല്ലെങ്കിൽ എനിക്ക് അലക്കുന്ന സമയത്ത് സമയം പോവുകയില്ല. ഇപ്പോൾ അലക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ പാത്രം കഴുകുന്ന സമയത്താണെങ്കിലും ഞാൻ ഫോണിൽ പാട്ടും വെച്ച് എവിടെയെങ്കിലും സൈഡ് വെക്കും. ഇത് ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പാട്ട് വെക്കാത്തത്. അതിനിടയിൽ എനിക്കൊരു ചാമ്പക്ക വീണ് കിട്ടിയിട്ടുണ്ടായിനി. ഇപ്രാവശ്യത്തെ ചാമ്പക്ക എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഒറ്റൊന്നുണ്ടായിനി, അതിപ്പോൾ ഇതാ വീണു. അപ്പോൾ ഞാൻ കാറ്റത്ത് വീണു. അപ്പോൾ ഞാനതെടുത്ത് തയ്ച്ചു. ഞാൻ അലക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വാവ ചേച്ചിയും പെപ്പയും കൂടി വന്നിട്ടുണ്ടായിനി. അപ്പുറം ത്രിതുവൊന്നും ഇല്ല. ത്രിതുവെല്ലാം അവൻ്റെ അമ്മേൻ്റെ വീട്ടിലാന്നില്ലേ. വാവ ചേച്ചി ആണെങ്കിൽ വന്നിട്ട് ത്രിതുവിൻ്റെ കാര്യം തന്നെ പറയുന്നത്. ഓൻ ഇയർഫോൺ എന്തോ വിഴുങ്ങി. അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സംഭവമില്ലേ, ആ ഒരു സാധനം വിഴുങ്ങിയിട്ട് ശ്രീകുട്ടേട്ടനും കാവ്യച്ചെല്ലാം നല്ലോണം പേടിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ലാസ്റ്റ് അത് കിട്ടി. ബാത്റൂമിൽ പോയ സമയത്ത് അത് വന്നിന് പുറത്തേക്ക്. വെറും കുരുത്തക്കെടാണ്. ഇപ്പം നല്ലോണം കുരുത്തക്കെട് കൂടി. അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ലക്ഷ്മി അമ്മമ്മയും വന്നിട്ടുണ്ടായിനി. ഞാനും കുഞ്ഞാവയും വാവച്ചേച്ചിയും പെപ്പയും എല്ലാവരും ഇരുന്ന് അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. വർത്താനം പറയുന്നതിനിടയിൽ എനിക്കിങ്ങനെ മാങ്ങ തിന്നാൻ കിട്ടുന്നു. അങ്ങനെ ഞാനും വാവച്ചേച്ചിയും പെപ്പയും കൂടി നേരെ മാങ്ങ പറിക്കാൻ വേണ്ടി പോയി. വാവച്ചേച്ചിയുടെ വീടിനപ്പുറം നല്ല അടിപൊളി നല്ല ടേസ്റ്റിലൊരു മാങ്ങയുണ്ട്. നമ്മുടെ നാട്ടിൽ അതിനെ ചേരി മാങ്ങ എന്നാണ് പറയല്. പെപ്പ അതാ പറിക്കാൻ വേണ്ടിയിട്ട് കൊക്കയും എടുത്തിട്ട് വരുന്നു.
ആ ഒരു മാങ്ങ കുറേ പിടിക്കും, പഴുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്, പച്ചയിലും അത് നല്ലൊരു ലൈറ്റ് മധുരമായിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ അത് പറിക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും നിലത്ത് കുറേ മഞ്ചാടി വീണിട്ടുണ്ടായിന്. അവിടെ മഞ്ചാടി മരമുണ്ട്, മഞ്ചാടി കുറേ നിലത്ത് വീണിട്ടുണ്ടായിന്. എനിക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പേടിയാണ്, കാരണം ഇതിനപ്പുറം ശവപ്പറമ്പായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒറ്റക്കെല്ലാം വരാൻ ഭയങ്കര പേടിയാണ്. ഞാനിട്ട് വാച്ചച്ചനെയും കൂട്ടിയിട്ട് തന്നെ വന്നു. നിങ്ങൾ വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് വാച്ചച്ചനെയും കൂട്ടിയിട്ട് തന്നെ വന്നു. റോഡ് സൈഡ് തന്നെയാണ്, എന്നാലും എനിക്കൊരു പേടിയാണ്. ഇതല്ല, ഇതിൻ്റെ ബാക്കിലൊരു മതിലുണ്ട്. അത് ഇവിടെ ഫുള്ള് കാടാണ്ട് ഈ വീഡിയോയിൽ ശരിക്കും ക്ലിയർ ആവുന്നില്ല. ആ മതിലിൻ്റെ അപ്പുറം എനിക്കെന്നാലും ഭയങ്കര പേടിയാണ്, ഒറ്റക്കെല്ലാം വരാൻ ഭയങ്കര പേടിയാണ്. മാങ്ങയാണെങ്കിൽ പറിക്കുന്നത് ഫുള്ള് ആ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. ആ വെള്ളത്തിൽ കുറേ മീനുണ്ട് കേട്ടോ, കൈച്ചിലുണ്ട്, ആമയുണ്ട്, കുറേ മീനുണ്ട്. അങ്ങനെ നമ്മൾ താഴെ ഉണ്ടായ കുറച്ച് മാങ്ങ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഉപ്പും മുളകാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. പെപ്പക്കാണെങ്കിൽ ആടുന്ന് വാച്ചിച്ച് കുറച്ച് മഞ്ചാടി പെറുക്കി കൊടുത്തിനി, അതും കൊണ്ട് കളിക്കുകയെന്ന്. കുറേ വീണിട്ടുണ്ടായിന് അവിടെ മഞ്ചാടി, ഇഷ്ടം കണക്ക് വീണ്. അങ്ങനെ ഞാൻ ഫുള്ള് മാങ്ങ കട്ട് ചെയ്ത് ഉപ്പും പറങ്കിപ്പൊടിയിലിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടി ഒരു യെല്ലോ കളറിലാകുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ. വലിയ പുളിയില്ലാണ്ട് ലൈറ്റായിട്ട് മധുരമായിട്ട് നല്ല ടേസ്റ്റാണ്. ഉപ്പുമുളക് ഇട്ടപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ ഇരുന്ന് മാങ്ങ കഴിച്ച് ലാസ്റ്റ് ഇതാ പാത്രം ഇങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ മാങ്ങയെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്ന് ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ നേരെ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. ചോറിന് നല്ല ഒതളമീൻ പൊരിച്ചിട്ടുണ്ടായിനി. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താണെന്ന് പറയില്ലെന്ന് അറിയില്ല, നമ്മളെ നാട്ടിൽ ഒതളാന്ന് പറയും. അപ്പോൾ കറിയായിട്ട് തോരക്കറിയാണ് ഉണ്ടായത്. പയറ് രാവിലെ നമ്മളെ വീട്ടിൽ പിടിച്ചത് ഞാൻ പറിച്ചതാണ്. അപ്പം രാവിലെ അല്ല, അന്നേ പിടിച്ചത്, ഇന്ന് രാവിലെ പറിച്ചത്. അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കുളിച്ചു. കുറച്ച് നേരം അമ്മനോടും കുഞ്ഞാനോടും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ബാക്കിൽ നിന്ന് അമ്മേൻ്റെ കുഞ്ഞാൻ്റെ സ്നേഹപ്രകടനമാണ് കാണുന്നത്. ഓരടയ്ക്ക് ഇങ്ങനെ മടിയിലെല്ലാം വന്ന് കയറിയിരിക്കും. അടക്ക അച്ഛൻ്റെ മടിയിലായിരിക്കും, അടക്ക അമ്മയുടെ മടിയിലായിരിക്കും, അടക്ക എൻ്റെ മടിയിലായിരിക്കും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അമർത്തും, അമുക്കും. എനിക്കിതൊന്നും പിടിക്കാത്തൊരു സ്വഭാവമാണ്. പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പിടിച്ച് അമുക്കും. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അമുക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് ദേഷ്യവും വരും. എനിക്കാണെങ്കിൽ ഒന്ന് പയ്യന്നൂരേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിനി. അതിനുശേഷം ഞാൻ പോയി ചായ കുടിച്ചു. ഇത് നമ്മളെ നാട്ടിൽ കുടുംബശ്രീക്കാർ പലഹാര യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഇന്നതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അമ്മയും അമ്മയും പോയ സമയത്ത് അവിടുന്ന് കുറച്ച് പലഹാരമെല്ലാം മേടിച്ചിട്ടുണ്ടായിനി. എനിക്ക് ഈ ഒരു പിരിയാട ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിരിയാട കിട്ടിയപ്പോൾ ഞാൻ ഫസ്റ്റ് പിരിയാട തന്നെ എടുത്തു. കാരപ്പം കഴിക്കും, എപ്പെങ്കിലും തോന്നുമ്പോൾ കഴിക്കും, അത്ര വലിയൊരു ഇഷ്ടമല്ല. ഞാൻ പയ്യന്നൂർ പോകുന്ന എന്താ വെച്ചാൽ, ഞാൻ ഇതിനിടയിൽ സുഡിയോ എന്നൊരു പാൻറ്റ് എടുത്തിട്ടുണ്ടായിന്, ജീൻസ്. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. ആ ജീൻസ് ആണെങ്കിൽ ഞാൻ ആകെ 2 പ്രാവശ്യം ഇട്ടിട്ടു. 2ാമത്തെ പ്രാവശ്യം അത് കീറി. ഇതിനിടയിൽ ഞാനും സുഹൃത്തായിട്ടും ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിട്ട്, അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ പോയെടുക്കുന്നത് കീറി. പാൻറ്റ് കീറിയതാണെങ്കിൽ ആരും കണ്ടിട്ട. വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് കുഞ്ഞു പറയുന്നുണ്ട്, ഏച്ചി നിൻ്റെ ബാഗിൽ പാൻറ്റ് വലിങ്ങനെ കീറിയിട്ടുണ്ടെന്ന്. എനിക്ക് ആകെ സങ്കടമായിപ്പോയി. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയെടുത്തുന്നുള്ള ആരെങ്കിലും കണ്ടിനോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ട് ആകെ സങ്കടമായിപ്പോയി. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് വയ്യ സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നടക്കുന്നത് അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു റീൽ എടുക്കുകയെന്ന്. നല്ല അടിപൊളി റീൽ ഇട്ട്. എനിക്ക് ആ റീല് ഞാൻ ഇവരെടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് പോയി. അപ്പോൾ വീഡിയോ എന്തായാലും അച്ഛൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, എല്ലാവരും പോയി കാണുക. ഞാൻ സ്റ്റോറി ഇടാം, അപ്പോൾ എല്ലാവരും പോയി കാണുക. ഇത് അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, രണ്ടാളും നല്ലോണം ഡാൻസ് കളിക്കും. പണ്ട് മുതലേ ഒരുമിച്ച് കുറേ സ്റ്റേജ് ഷോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ എന്തായാലും ഞാൻ സ്റ്റോറി ഇടുന്നതായിരിക്കും, എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പം നമ്മൾ പയ്യന്നൂർ പോകാൻ വേണ്ടി കീയെന്ന് ഞാൻ കീഞ്ഞിട്ട് കുറേ നേരമായി നിൽക്കുന്നത്. അച്ഛനും കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ അവാർഡ് കളിക്കുന്നത്രേ. അച്ഛനാണെങ്കിൽ വീഡിയോ എടുക്കുന്ന തിരക്കില്ലാന്ന്. അച്ഛൻ പറഞ്ഞു കുറച്ചും കൂടി ഒരു അരമണിക്കൂറും കൂടിയെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കുറേ നേരമായി. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പാണ്. എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ്. എന്താണ് സംഭവം എന്നുള്ളത് പിടികിട്ടിയവർ കമൻറ്റ് ചെയ്യുക. അപ്പം അച്ഛനവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കുഞ്ഞാൾക്ക് നാളെ ക്ലാസ്സിന് പോകുമ്പോൾ ഇടാൻ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിനി. നമ്മളെ നാട്ടിൽ തന്നെ. അപ്പോൾ ഞാനും കുഞ്ഞായും പറഞ്ഞു നമുക്കെന്നാൽ പോയിട്ട് കൊടുത്തിട്ട് വരാം. അപ്പോഴേക്ക് അച്ഛൻ വീഡിയോ എടുത്ത് കയ്യിട്ടെന്ന് പറഞ്ഞു. ആ പാൻറ്റ് തിരിച്ചെടുക്കുമെന്ന് അറിയില്ല, കാരണം ഞാൻ ആകെ 2 പ്രാവശ്യം അത് ഇട്ടിട്ടു. ആ പാൻറ്റ് എടുത്തിട്ടും അത്രേ ആയിട്ടു. അത് കീറിയത് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കീറിയിട്ടില്ല. അതെങ്ങനെയാണ് കീറിയതെന്ന് പോലും അറിയില്ല. ആ ജീൻസിനാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് എന്തായാലും അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നടന്ന് നേരെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രിയദർശിനി കുടുംബശ്രീൻ്റെ പലഹാര യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പം ഈ തേച്ചിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരില്ല അധികം ഡ്രസ്സ്. അങ്ങനെ ഡ്രസ്സും അവിടെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നടക്കുമ്പോൾ മെല്ലെയാണ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായത്. കാരണം നാട്ടുകാരായതുകൊണ്ട് കാണുന്നവരോടെല്ലാം ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിന്ന് മെല്ലെയാണ് വീട്ടിലേക്ക് നടന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ നേരെ കിച്ചുവേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. കിച്ചുവേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടും കിച്ചുവേട്ടൻ്റെ വീടും അടുത്തടുത്ത് തന്നെയാണ്, മുട്ടി തന്നെയാണ്. അപ്പം അച്ഛൻ അവിടുന്ന് ഡ്രസ്സ് ചെയ്ത് വരുന്നവരെ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അച്ഛൻ ഇതാ വന്നിട്ടുണ്ട്, വീഡിയോയിലെടുത്ത് കഴിഞ്ഞു അവർ. അപ്പോൾ വീഡിയോ എന്തായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും. അതിനിടയിൽ ഈ മാമൻ തല കാണിച്ചു തരുന്നത് അച്ഛൻ്റെ കുരുത്തക്കടാണ്. അച്ഛൻ പണ്ട് ബെഞ്ചിൽ നേരം പിടിച്ച് ഒന്തിയിട്ടിട്ട് തലക്ക് നല്ല വെലിങ്ങനെ മുറിഞ്ഞു. ഇവർ രണ്ടാളും പണ്ട് മുതലേ ഒരുമിച്ചാണ് പഠിച്ചത്.
അങ്ങനെ നമ്മൾ നേരത്തെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മയാണെങ്കിൽ അമ്മേനെ കുറേ പ്രാവശ്യം വിളിച്ചിന് അമ്മയെ വാന്ന് പറഞ്ഞിട്ട്, പക്ഷെ അമ്മ വന്നിട്ട് അമ്മക്ക് ഭയങ്കര മടിയാണ്. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാനും കുഞ്ഞാലും അച്ഛനും നല്ല ഉഷാറിലൊക്കെ ചെയ്യും, പക്ഷെ അമ്മക്ക് ഭയങ്കര മടിയാണ്. എപ്പോഴെങ്കിലും നല്ല ഉഷാറിലൊക്കെ ചെയ്യും, ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കും. ഇപ്പം തന്നെ ഞാനും കുഞ്ഞാലും അച്ഛനും കുറേ അമ്മേനെ വിളിച്ചിന്, പക്ഷെ അമ്മ വന്നിട്ട് അമ്മക്ക് ഭയങ്കര മടി. അങ്ങനെ ജീൻസ് കൊടുത്തിട്ട് അവർ പറഞ്ഞു വേറെ ജീൻസ് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ജീൻസ് നോക്കി. എനിക്കാണെങ്കിൽ ഒരു ജീൻസും ഇഷ്ടമാവുന്നില്ല, അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ ഈ കീറിയ ജീൻസ് തന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി, പക്ഷെ അതിന് സ്റ്റിച്ച് ചെയ്യാനും പറ്റൂല, അങ്ങനത്തെ അവസ്ഥയിലാണ് കീറിയിട്ടുള്ളത്. അതിന് സ്റ്റിച്ച് ചെയ്താൽ തന്നെ വീണ്ടും കീറൂല എന്ന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. അങ്ങനെ ഒന്നും എടുത്തിട്ട് അപ്പം അച്ഛൻ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞു. അടുത്ത ഏട്ടൻ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് വരും, അപ്പം കുറച്ച് വൈകിട്ട് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിചാരിച്ചു വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നമ്മൾ അധികം കസാക്ക് ഹുസൈനയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറല്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഫുഡ് പറഞ്ഞാൽ അപ്പം പൊള്ളിച്ചതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഇടുന്ന എല്ലാവരും പൊറോട്ടയും ചില്ലിയാന്ന് പറഞ്ഞിട്ടുണ്ടായത്. എനിക്ക് പക്ഷേ പൊറോട്ടയും ചില്ലിയും അത്ര വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അപ്പാന്ന് പറഞ്ഞത്. എനിക്ക് പൊറോട്ട പണ്ട് മുതലേ അത്ര വലിയൊരു ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ അപ്പം പറഞ്ഞു. നല്ല അടിപൊളി ഫുഡാണ് എടുത്തത്. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പണ്ടത്തെ ഓരോ വരെ സ്റ്റോറിയും കേട്ടാണ് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്